ഹായ് ഫ്രണ്ട്സ്, ടി ആൻഡ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് 10-ാം ഉദയം. മലയാള മാസം മേട 10-നാണ് 10-ാം ഉദയം നമ്മൾ ആഘോഷിക്കുന്നത്. വിഷു കഴിഞ്ഞ 10-ാം ദിവസം സൂര്യൻ അതിൻ്റെ ഉച്ചാവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, ഇന്നേ ദിവസം ചേമ്പ്, ചേന, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ നടാൻ പറ്റിയ സമയമാണ്. അതുമാത്രമല്ല, പച്ചക്കറികളിൽ കുമ്പളങ്ങ, മത്തൻ, വെള്ളരി എന്നിവ പടർന്നു പിടിക്കുന്ന സാധനങ്ങളും നടാൻ പറ്റും. അത് മാത്രമല്ല, വാഴവിത്തുകളിലും നടാൻ പറ്റിയ ദിവസമാണ് 10-ാം ഉദയം. അപ്പം ഇനി നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കടന്നാലോ? വായോ. ഓക്കെ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. നിൻ മനസ്സും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി ഇഷ്ടം ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഒത്തിരി ഇഷ്ടം മുറ്റത്തെ കളിയൂഞ്ഞാലാടാൻ. ഓർക്കാൻ കനവുമതി, കൂട്ടായി അമ്മ മതി. പണ്ടത്തെ പോലെന്നും ഞാനും ഇനി നിറവാർന്ന നിനവായി സല്ലപിക്കാൻ ഞാൻ അച്ഛനായി കാണും. ഈ തേന്മാവും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഞാനൊരു മലയാളി, എന്നും
മണ്ണിൻ കൂട്ടാളി എങ്ങും അതിരുകളില്ല മതിലുകൾ. ഇന്നത്തെ 10-ാം ഉദയത്തിലെ ദിവസത്തിൽ ഞങ്ങൾ ചേമ്പ്, കാച്ചിൽ, ചേന എന്നിവയൊക്കെ നട്ടിട്ടുണ്ട്. നിങ്ങളും എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പം ടാറ്റാ.